പൂജപ്പുര സെൻട്രൽ ജയിലിലെ ഉദ്യോഗസ്ഥരുടെ ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിനായി ജയിൽ വളപ്പിൽ കളിക്കളവും ജിമ്മും നിർമ്മിച്ചിരിക്കുകയാണ്. വലിയ പ്രശ്നക്കാരല്ലാത്ത തടവുകാർക്കും ഈ കളിക്കളം ഉപയോഗിക്കാവുന്നതാണ്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ ഗാന്ധി സ്മൃതി വനത്തിന് അഭിമുഖമായുള്ള 60 സെന്റ് സ്ഥലത്താണ് കളിക്കളം നിർമ്മിച്ചത്. പണികൾ 80% പൂർത്തീകരിച്ചത് തടവുകാർ തന്നെയാണ്. ജയിൽ ഉദ്യോഗസ്ഥരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും കായികക്ഷമത വർദ്ധിപ്പിക്കാനുമായാണ് ഈ നിർമ്മാണം. ഉദ്യോഗസ്ഥന്മാരുടെയും അന്തേവാസികളുടെയും അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഇതിങ്ങനെ രൂപം കൊണ്ടിട്ടുള്ളത്. ഇതിൽ പരമാവധി ജയിൽ ജീവനക്കാർക്ക്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ പ്രയോജനകരമായിട്ട് മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വോളിബോൾ കോർട്ട്, 2 ബാഡ്മിന്റൺ കോർട്ടുകൾ, ഡ്രസ്സിംഗ് റൂമുകൾ, പവിലിയൻ, ഓപ്പൺ ജിം എന്നിവയാണ് പുതുതായി നിർമ്മിച്ചത്. കോമ്പൗണ്ടിനുള്ളിൽ, അതായത് ഡ്യൂട്ടി കഴിഞ്ഞ് ഉടനെ തന്നെ എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കായികമായിട്ടുള്ള ഇതിൽ എൻഗേജ്ഡ് ആകുമ്പോൾ അവർ ശാരീരികമായിട്ടുള്ള ഫിറ്റ്നസ്സും മാനസികമായിട്ടുള്ള റിഫ്രഷ്മെൻറ്റും ഉറപ്പാക്കാൻ സാധിക്കുമെന്ന് നമ്മുടെ എക്സ്പീരിയൻസിനോട് മനസ്സിലാക്കും. അത് ഒരുപാട് ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ബാങ്ക് ഓഫ് ബറോഡയുടെ സഹായത്തോടെയാണ് ഈ നിർമ്മാണം. ജയിലിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത തടവുകാർക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യുവാനും മത്സരങ്ങളിൽ പങ്കെടുക്കാനും അവസരമുണ്ടാകും. ഈ കാലഘട്ടത്തിൽ ജോലിയുടെ തിരക്കുകൾക്കിടെ നമുക്ക് വ്യായാമം ചെയ്യാൻ സമയം വളരെ കുറവായിരിക്കും. എന്തായാലും കുറച്ച് സമയം വ്യായാമത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത് നല്ലതാണ്. സുധീഷ് തിരുവല്ലോടൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. എങ്ങനെയുണ്ട് ആ ജിമ്മെന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വന്ന ജിബിൻ JB നമ്മുടെ ഇവിടെ ഉണ്ട്. ജിബിൻ, ഈ ജയിലുകളിലെ പല പദ്ധതികളെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ഈ പൂജപ്പുരയ്ക്ക് ഫ്രണ്ടിലെ അവരുടെ ഫുഡ് കൊടുക്കുന്നുണ്ടല്ലോ, പലപ്പോഴും അവിടെ നിന്നൊക്കെ ഫുഡ് വാങ്ങി കഴിച്ചിട്ടുള്ള ആളാണ്. അതേപോലെയാണ് ഇപ്പോൾ അടുത്തൊരു പദ്ധതി. പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ മാനസിക സമ്മർദ്ദം ഇല്ല എന്ന് ഒരു ഉദ്യോഗസ്ഥനും പറയത്തില്ല. അതിന്റെ ഒരു ഉദാഹരണം കൂടിയാണല്ലോ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. എന്തായാലും നല്ല പ്രവൃത്തിയാണ്. ഒരു ജയിലൊക്കെ ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സുഖമായിട്ട് വന്ന് മാനസികാരോഗ്യം സംരക്ഷിക്കാൻ, മാത്രമല്ല പല പ്രതികൾക്കും അവിടേക്ക് വരാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ടല്ലേ. എന്താണ് അതിന്റെ മാനദണ്ഡം? പൂജ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഈ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഉണ്ടായിരിക്കുന്നത്. ആദ്യം അവിടെ വന്നത് കഫറ്റേരിയയാണ്. പിന്നെ അവിടുത്തെ തടവുകാർ തന്നെ നിർമ്മിക്കുന്ന വസ്ത്രങ്ങളുണ്ടായി. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗാന്ധി സ്മൃതി വനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ട ഈ ജിമ്മും, ഓപ്പൺ ജിമ്മും അതുപോലെ തന്നെ കളിക്കളവും ഒക്കെ തന്നെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്തു. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പണികൾ ചെയ്തിരിക്കുന്നത് അവിടുത്തെ തടവുകാരാണ്. ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഉണ്ടായിരുന്ന തരത്തിലുള്ള ഒരു കളിക്കളമാണ്. അതായത് മൺവെട്ടി ഉപയോഗിച്ചുകൊണ്ട് ഈ വലിയ തേരിയൊക്കെ ഇടിച്ച് നിരപ്പാക്കി അത് ചെത്തിയെടുത്ത ആ ഒരു രീതിയിലാണ് അവിടെ പഴയ രീതിയിലുള്ള കളിക്കളം നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ നമ്മുടെ സജീവ് സാറും അതുപോലെ തന്നെ DG ആയിട്ടുള്ള സത്യ സാറൊക്കെ പറയുന്ന കാര്യമുണ്ട്. അതായത് പോലീസിൻ്റെ ജോലി മാത്രമല്ല, ഏത് മേഖലയിലായിരുന്നാലും അതിൻ്റെ ആ ജോലിയുടെ ഭാഗമായിട്ടുള്ള മാനസിക സമ്മർദ്ദവും ആ ഒരു ടെൻഷനൊക്കെ തന്നെ നമുക്കുണ്ടാകും. അപ്പോൾ ജോലി കഴിഞ്ഞിട്ട് ഒരു ചെറിയ രീതിയിലുള്ള വ്യായാമം, ജോലിക്ക് മുൻപോ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് ഒരു വ്യായാമം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അത്യാവശ്യ കാര്യമാണ്. നമ്മളിൽ പലരും മിസ് ചെയ്യുന്നത് അതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമ്മുടെ തൊഴിലിടത്തിൽ തന്നെ ആ ഒരു രീതിയിൽ നമ്മുടെ മാനസിക സമ്മർദ്ദമൊക്കെ തന്നെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള എന്തെങ്കിലും സജ്ജീകരണങ്ങൾ കൂടി ഉണ്ടായെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് അവരും പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഈ ജയിൽ പുള്ളികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ ഞാൻ ഈ വാർത്ത ചെയ്യാൻ പോകുമ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. കാരണം ജയിൽ പുള്ളികൾക്കും ഇതിൽ അവസരമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വാർത്ത കൊടുത്തെങ്കിൽ നമുക്ക് പൊങ്കാല കിട്ടും എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അവിടെ ഈ ജയിൽ പുള്ളികൾക്ക് അവസരമുള്ളത് എന്ന് പറയുന്നത് നല്ല നടപ്പിൻ്റെ ആ ഒരു ഇതിലേക്കൊക്കെ തന്നെ സെലക്ട് ചെയ്തിരിക്കുന്ന ജയിൽ പുള്ളികൾ, അതുപോലെ ജയിലിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത പോലീസുമായിട്ടുമൊക്കെ സൗമ്യമായി ഇടപെടുന്ന ജയിൽ പുള്ളികൾക്ക് ഈ പോലീസിൻ്റെയൊക്കെ ഷോ മത്സരങ്ങളുണ്ടാകും. മിക്ക ദിവസം വൈകുന്നേരത്ത് 2 ടീമുകളായിട്ട് ട്രെയിനീസും അതുപോലെ അവിടുത്തെ ഓഫീസേഴ്സൊക്കെ തമ്മിൽ മത്സരങ്ങൾ വല്ലപ്പോഴും ഉണ്ടാകും. അതിൽ ഈ വലിയ പ്രശ്നക്കാരല്ലാത്ത ജയിൽ പുള്ളികൾക്കും കൂടി കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഈ മനസ്സ്, അവരുടെ ഈ ജയിലിൽ കിടക്കുന്ന ആളുകളുടെ മനസ്സും ഒക്കെ തന്നെ ഒന്ന് മാറ്റിയെടുക്കുന്നതിനും അവരുടെ ഇടയിലും കാണുമല്ലോ മാനസിക സമ്മർദ്ദം. കാരണം പെട്ടെന്നുണ്ടായ ഒരു കുറ്റകൃത്യത്തിന്റെ പേരിൽ അകത്ത് പോയവരൊക്കെ ഉണ്ടാകാം, സ്ഥിരം കുറ്റവാളികൾ മാത്രമല്ല. അപ്പം അവർക്കും കൂടി ഒരു ആശ്വാസമായിരിക്കും ഇങ്ങനത്തെ പദ്ധതികൾ. തീർച്ചയായും ജിബിൻ, പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലെ മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത്. ഒരുപാട് നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ നമ്മുടെ പോലീസ് സേനയിൽ നിന്ന് വരുന്നുവെങ്കിലും പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോവുക തന്നെ ചെയ്യും. ആ ഒരു മാനസിക സംഘർഷം കുറയ്ക്കാൻ പാകത്തിനുള്ള ഓരോ നടപടികളും ഓരോ ഇടത്തും ഉണ്ടാകട്ടെ. ഇതൊരു തുടക്കമാകട്ടെ.